ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ. നമുക്ക് 5 സ്റ്റാർ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം, അതായത് ബട്ടർ ഗാർലിക് ശ്രിമ്പ്. ശ്രിമ്പ് എന്ന് വെച്ചാൽ കൊഞ്ച്, ഞണ്ട്, ഒരു സീ ഫുഡ്സിൻ്റെ വിഭാഗത്തിൽ പെടുന്ന ശ്രിമ്പ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾ കാണുന്ന പോലെ കൊഞ്ച് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊരു കിടിലൻ ഐറ്റം. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, പക്ഷേ പറയാതിരിക്കാൻ വയ്യ, നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. നമുക്ക് ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. പക്ഷേ അധിക ചിലവൊന്നുമില്ല, കാരണം എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഐറ്റം കൊണ്ട് തന്നെ മാത്രമാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ ഒരു 1/2 കിലോ കൊഞ്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് കുരുമുളക് പൊടിയും അതേപോലെ 1 ടീസ്പൂണ് പെരിഞ്ചീരകപ്പൊടിയാണ് ചേർക്കുന്നത്. സാധാരണ ഇതിലേക്ക് ചേർക്കുന്നത് ഒറിഗാനോ ആണ്. ഒറിഗാനോ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പെരിഞ്ചീരകപ്പൊടി ചേർക്കുന്നതേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റിനും യാതൊരു കോംപ്രമൈസും ഇല്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതൊരു ഇന്ത്യൻ ഡിഷ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇതുപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഈ തരം പൊടികളൊന്നും നമ്മളിതിനകത്ത് ഇടുന്നില്ല. ഇനി ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് വറുക്കാൻ എടുക്കാം. ഇപ്പോൾ വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാത്രം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ കൊഞ്ച് ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ ഷാലോ ഫ്രൈ ആണ്, ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്. അപ്പം അപ്പുറം ഇപ്പുറം ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി, ഡീപ്പായിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു വശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്, ഇനി മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ആവശ്യത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, ഇത് കോരി മാറ്റാം. അപ്പോൾ ഞാൻ 2 തവണയായിട്ടാണ് വറുക്കാനിടുന്നത്. അപ്പോൾ ആദ്യ തവണ വറുത്തത് കോരി മാറ്റിയിട്ട് അടുത്തത് ഇടുകയാണ്. അപ്പോൾ ഒന്നിച്ചിടണ്ടാലോ, ഒന്നിച്ചിടുമ്പോൾ തന്നെ ഒട്ടിപ്പിടിച്ചിട്ട് എല്ലാ സൈഡും ഒരേപോലെ വെന്ത് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ 2 തവണയായിട്ടിട്ട് വറുത്തെടുക്കുന്നത്. അപ്പോൾ 2ാമത്തെ തവണയും വറുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കോരി മാറ്റുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് എടുത്ത് മാറ്റുവാണെങ്കിൽ എക്സസ് ആയിട്ടുള്ള ഓയിലൊന്ന് മാറിക്കിട്ടും. ഇനി ഫ്രൈ ചെയ്തെടുത്ത പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗാർലിക്കാണ്. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് വലിയ 2 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മലയാളികളായതുകൊണ്ട് ഒരു ഇത്തിരി എരിവ് ഏത് കറിക്കും അല്ലേ വേണം. അതുകൊണ്ട് ഞാൻ ഒരു മുളക് ഇട്ട് കൊടുത്തത്, അത്യാവശ്യം എരിവുള്ള മുളകായതുകൊണ്ട് 1 ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു ചെറിയ ബ്രൗൺ നിറത്തിൽ ആവുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതേപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകപ്പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒറിഗാനോയ്ക്ക് പകരമായിട്ടാണ് ഞാൻ ഈ പെരിഞ്ചീരകപ്പൊടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഒറിഗാനോ കയ്യിലുള്ളവരാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് ആ കൊഞ്ചും കൂടെ ചേർത്ത് കൊടുക്കാം. കൊഞ്ചും ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ സോയാ സോസാണ്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ സോയാ സോസ് 1 ടീസ്പൂണും ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂണുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതും ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഇത് നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തത്. അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യുവാണെങ്കിൽ കൊഞ്ച് പെട്ടെന്ന് പിന്നെ പൊടിഞ്ഞു പോകും. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ കൊഞ്ച് പൊടിയത്തില്ല. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ്. കട്ടി തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഒരു അല്പം മാത്രം വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്തിരിക്കുന്ന തേങ്ങാപ്പാലാണ്. ഈ 1/4 കപ്പ് അളവ് തേങ്ങാപ്പാലിനോടൊപ്പം തന്നെ 2 സ്പൂൺ തേങ്ങാപ്പാലും കൂടെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കത് വറ്റിച്ചെടുക്കാം. അപ്പോൾ തേങ്ങാപ്പാലിന് പകരം വേണമെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ നമുക്ക് തേങ്ങാപ്പാലാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ ഇത് ഇരിക്കും തോറും കുറുകി വരും. അപ്പം നല്ല ടൈറ്റ്. അപ്പം ഒരുപാടങ്ങ് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു പരുവത്തിന് നമുക്ക് വറ്റിച്ചെടുത്താൽ മതി. അതേപോലെ തന്നെ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. സോസിനകത്തൊക്കെ ഉപ്പുള്ളത് കൊണ്ട് അപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല, കാരണം എനിക്ക് അത്യാവശ്യത്തിന് ഉപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തില്ല. അപ്പം നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഗ്രേവി ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കൈപ്പിടി അളവിൽ മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിനി സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ലൊരു ഐറ്റമാണ്. നമുക്ക് വിരുന്നുകാർക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകല്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.